പണക്കാരനായ യുവാവ് ആദ്യ കാഴ്ചയിൽ തന്നെ ആൾക്കൂട്ടത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു. മറ്റുള്ളവർ പെൺകുട്ടിയെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ പോലും അയാൾ അവരെ തടയുന്നു. അവളോട് ദയ കാണിച്ച ആ യുവാവിനോട് അവൾക്ക് ഒരു ആകർഷണം തോന്നുന്നു. അവളെ ദ്രോഹിച്ചയാളെ അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ യുവാവ് ബോഡി ഗാർഡ്സിനോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം യുവാവ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടി അയാളുടെ കാലിൽ പിടിച്ചിട്ട് തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അയാൾ നിരസിച്ചിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ട്. എന്നാലും പെൺകുട്ടി അയാളുടെ കാലിൽ ഇറുക്കെ പിടിച്ചിട്ട് വീണ്ടും അയാളോട് തന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒടുക്കം യുവാവ് ആവട്ടെ അവളുടെ അപേക്ഷ അംഗീകരിച്ച മട്ടില് അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പതിയെ അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് അവൾ താഴേക്ക് ഇരുത്തുന്നുണ്ട്. അയാൾ അവളെ സഹായിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അവൾ അയാളുടെ സെക്രട്ടറിയായി നിലകൊള്ളണമെന്ന് ആവശ്യപ്പെടുന്നു. പെൺകുട്ടി ഒരു മടിയും കൂടാതെ അതിന് സമ്മതമറിയിക്കുന്നു. ഒരുപാട് നാളുകൾ അവരിരുവരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആഴത്തിലുള്ള ഒരു പ്രണയം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സംശയാലുവായ യുവാവട്ടെ തന്നോട് പെൺകുട്ടി പ്രണയമുണ്ടെന്ന് നടിക്കുകയാണെന്ന് കരുതി അവളോട് തന്റെ പ്രണയം തുറന്നു പറയുന്നില്ല. പെൺകുട്ടി അയാളുടെ ആദ്യ പ്രണയിനെ പോലെ സുന്ദരിയല്ല എന്ന് എപ്പോഴും അയാൾ പറയുമായിരുന്നു. ആ രാത്രിയിൽ അയാൾ നന്നായി ഉറങ്ങിയെങ്കിലും പെൺകുട്ടിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഉറക്കത്തിൽ യുവാവട്ടെ തന്റെ ആദ്യ പ്രണയിനിയുടെ പേര് വിളിക്കുന്നു. ഇത് കേട്ട പെൺകുട്ടിക്ക് ദേഷ്യം വന്ന് അവൾ ഉടനടി തന്നെ ലൈറ്റ് ഇടുന്നു. മുറിയിൽ വെളിച്ചം പടർന്നപ്പോൾ യുവാവട്ടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. പെൺകുട്ടിക്ക് കൊടുത്ത പണം മതിയായില്ല എന്ന് കരുതി ആ യുവാവട്ടെ തന്റെ വാലറ്റിൽ നിന്ന് ഒരു കൂട്ടം നോട്ട് എടുക്കുന്നു. പെൺകുട്ടി മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അയാളെ ഉപേക്ഷിച്ചു പോവാൻ അവൾ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു പ്രണയം ഇനി സഹിക്കാനുള്ള കഴിവ് ആ പെൺകുട്ടിക്കില്ലായിരുന്നു. പൊസസീവായിരുന്ന യുവാവിനെ അവൾ ഒഴിവാക്കാനായി ദൃഢമായി തീരുമാനിക്കുന്നു. ഇതേ സമയം പെൺകുട്ടി വീട് വിട്ടുപോയ വാർത്തയറിഞ്ഞ യുവാവ് പരിഭ്രാന്തിയിൽ വീട്ടിലേക്ക് എത്തുന്നു. അവളെ ഉടനടി തന്നെ കണ്ടെത്താൻ സഹായികൾക്ക് നിർദ്ദേശവും നൽകുന്നു. ഒരുപാട് തിരച്ചിലിനൊടുവിൽ പെൺകുട്ടി അയാൾ കണ്ടെത്തുന്നുണ്ട്. അവളെ അന്വേഷിച്ചിറങ്ങിയതാണോ എന്ന് അവൾ യുവാവിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളെ ഒരുപാട് മിസ് ചെയ്തിരുന്ന യുവാവട്ടെ താൻ യാദൃശികമായി അവളെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണെന്ന് കള്ളം പറയുന്നു. പെൺകുട്ടി വളരെയധികം ദേഷ്യത്തോടെ തന്നെ ധൈര്യം സംഭരിച്ച് ഇനി മേലിൽ അവളെ അന്വേഷിച്ച് വരരുതെന്ന് യുവാവിനോട് പറയുന്നു. അങ്ങനെ പെൺകുട്ടി അയാളുടെ അടുത്തു നിന്ന് പോകുന്നു. അയാൾക്ക് ഒട്ടും പരിഭ്രാന്തി തോന്നിയിരുന്നില്ല. അയാൾ അസിസ്റ്റന്റിനോട് പെൺകുട്ടിയുടെ കാർഡിൽ എത്ര പണം ബാക്കിയുണ്ടെന്ന് അന്വേഷിക്കുന്നു. അതിനുശേഷം പണം തീരുമ്പോൾ തീർച്ചയായും അവൾ തന്റെ പിറകെ തന്നെ വരുമെന്ന് ധൈര്യത്തോടെ യുവാവ് അസിസ്റ്റന്റിന്റെ കൂടെ പറയുന്നു. പക്ഷെ അവന്റെ കൺവെട്ടത്തുനിന്ന് പെൺകുട്ടി പോകാനായി എടുത്ത തീരുമാനം ദൃഢമായിരുന്നു എന്ന് അയാൾക്കറിയില്ലായിരുന്നു. അയാളിൽ നിന്ന് ശേഖരിച്ച പണം വെച്ച് പെൺകുട്ടി സ്വന്തമായി ഡിസൈനുകൾ തയ്യാറാക്കി അതൊരു പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ വേദിയിലെ മെയിൻ അതിഥിയായി യുവാവും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടി അങ്ങോട്ടേക്ക് ഒരു സ്പീച്ച് പറയാനായി കയറി വരുന്നത്. അവളെ കണ്ടതും യുവാവാകെ ഞെട്ടിപ്പോകുന്നുണ്ട്.